മലക്കപ്പാറ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനാണ്. സ്റ്റേഷൻ മലക്കപ്പാറ സ്റ്റേഷൻ. വീട് വിടാൻ പറ്റൂലേ, വളവാണ് വളവ്. ഇനി നമുക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മൃഗങ്ങളെ കാണാൻ നമ്മളെ കേരള അതിർത്തിയുണ്ട്. ആനയായിട്ടും പുലിയായിട്ടും കാട്ടുപോത്തായിട്ടും പറഞ്ഞമാതിരി ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കാണില്ല. അതെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മളിപ്പോൾ ഉള്ളത് അതിരപ്പള്ളി മലക്കപ്പാറ വഴി ഇങ്ങനെ ഇനി അതിരപ്പള്ളിക്ക് കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ നല്ല പെരുമഴ പെയ്തപ്പോൾ ഷോളയാർ ഡാമിൻ്റെ അവിടെ ഒരു കടയുണ്ട്. ഒരു കടയിൽ കയറുന്നതാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ച നമ്മളെ താഴെ ഭാഗം ഷോളയാർ ഡാമിൻ്റെ താഴെ ഭാഗമാണ് ഈ കാണുന്നത്. അതിൻ്റെ വെള്ളം നിൽക്കുന്ന ഭാഗങ്ങൾ, ഷോളയാറിൻ്റെ ഭാഗങ്ങൾ, അങ്ങനെ ആ താഴെ ഭാഗങ്ങളാണ് കാണുന്നത്. നല്ല പെരുമഴയാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്താണ്. വീഡിയോ ഫുള്ളായി കാണുക. അതിരപ്പള്ളി മലക്കപ്പാറ ആ ഭാഗത്തേക്ക് മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഷോളയാർ ഡാം വരുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. നല്ല പെരുമഴ പെയ്തപ്പോൾ കയറി നിന്നതാണ്. നല്ല മഴയാണ്, നല്ല എന്താ പറയുക, ഒരു വണ്ടി പോകണില്ല, അമ്മാതിരി മഴയാണ്. ഫോട്ടോ ഉണ്ടായിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണും. അപ്പം മൃഗങ്ങളൊക്കെ കാണാൻ ഇനി കൂടുതൽ ചാൻസ് ഉള്ളൊരു ഭാഗമാണ് നമ്മളെ ഈ അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ട്. വാൾപ്പാറ വരെ ഒരു മൃഗങ്ങളെ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ എന്താ വെച്ചാൽ റോഡ് നല്ല അടിപൊളി റോഡാണ്, നല്ല കിണ്ണം കാച്ച റോഡാണ്. ചെറിയ റോഡ്, ഒറ്റ വണ്ടിക്ക് പോകാൻ കഴിയുന്ന റോഡാണ്. റോഡ് പുതിയ ടാറിങ് ഒക്കെ കഴിഞ്ഞുകൊണ്ടേ നല്ല അപകട സാധ്യത കൂടുതലുള്ള റോഡാണ്. അപ്പോൾ അവനാൻ്റെ സേഫ്റ്റി അവനാൻ്റെ മനസ്സിലാക്കുക ചെയ്യുക. സ്കൂട്ടറുവരൊക്കെ നല്ല ഡേഞ്ചറാണ്. അപ്പോൾ നല്ല വളവും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചു പോവുക ചെയ്യുക. പിന്നെ അഥവാ മൃഗങ്ങളൊക്കെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയൂല. അപ്പോൾ അതിനനുസരിച്ച് കണ്ടുള്ളതൊക്കെ ചെയ്താണ് ഇങ്ങനെ പോവുക. യാത്ര ഈ റോഡൊക്കെ ഇപ്പം നന്നാക്കിയിട്ടുള്ളൂ. ഇതേ നമുക്ക് ഭാഗ്യമുണ്ട്. പിന്നെ കൊണ്ടും മുറ്റേ ചാടി കടന്നുകൊണ്ടേ പൂരപ്പെട്ടി പോയിട്ടോ. റോഡൊക്കെ പോയോട്ടൊക്കെ സാറാ, ഒരു മോശമായിട്ടില്ല. ഇല്ലേ പാണ്ടിക്കാർ റോഡ് മാത്രമുള്ള മോശം. എനിക്ക് അവിടുന്ന് വിടാൻ പാടില്ല. ഇപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വിടാൻ പാടില്ല. അങ്ങനെ ഒരടച്ചു ഒരു ടൈം ഉണ്ടാവും, ഒരടക്കും അവിടെ. അതായത് 6 മണിയാകുമ്പോൾ അങ്ങോട്ടും വിടും. 6 മണിയാണ് തോന്നുന്നു സമയം. വരിയെ അങ്ങോട്ട് പോകും. പതുക്കെ പോയാൽ മതി. വളവേ ആകെ വളവല്ലേ. ഇതൊരു മലൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കുത്തി തരണം. എന്നാലും ഈ റോഡ് ആരെ കണ്ടുപിടിച്ചേ? തന്തേന് വെക്കുമൊന്നുമില്ല.
റോഡേ ഓട്ടണോണ്ട് നല്ല ശ്രദ്ധ വേണം. ഒന്ന് തെറ്റിയാൽ കയ്യിന് പോകും. എന്നിട്ടതിൽ പറഞ്ഞ വഴി തന്നെ ഉണ്ട് പോകുന്നില്ല, ഒരു സൈഡിൽ പോകും. എന്നിട്ട് തൊപ്പിക്കാ പോവാ. കരണ്ടുമ്പിൻ്റെ കഥ ഇതിൽ പോകും. ഇവിടെ പമ്പ് പറഞ്ഞ സാധനമല്ല കിടന്നു. ഓടെങ്കിലും 1 മണിക്കൂർ ഉറങ്ങേണ്ടി വരും. ഓട്ടെ വിട്ടോളി, ചവിട്ടി വിട്ടോളി. എന്താണ് എനിക്ക് അതിനുള്ളിൽ ഒരു റോഡ് നമ്മളെ പ്രത്യേക കാടായിട്ട് തോന്നില്ല അല്ലേ? പേടിയാണ്. ഒത്തൂടെ ഓനെ കാത്തിട്ടുണ്ടോ? കൊടന്നു പക്ക പോയാൽ മതി. ഡാക്കുന്നുണ്ട് വളവേ പക്കമല വളവാ. ഇതിൽ വളവ് ചെയ്യുന്നുണ്ട്. അത് കുറച്ച് നീളം കിട്ടിയാൽ തിരക്കടില്ല. അപ്പോൾ നമ്മൾ കുറേ പോകുന്ന കഴിഞ്ഞേക്ക് ഒരു നല്ലൊരു അടിപൊളി സ്പോട്ട് കണ്ടു. ഈ പോണ റൂട്ടിൽ തന്നെയാണ് കേട്ടോ. ഇതൊരു വള്ളം കെട്ടി നിൽക്കുന്നൊരു അതിരപ്പള്ളീൻ്റെ മുകളിൽ വള്ളം കെട്ടി നിൽക്കുന്നൊരു സ്ഥലമാണത്. ഏകദേശം ഇതേമാതിരിയുള്ള ഒരു ഡാം മാതിരിയാണിത്. ഇതേമാതിരിയുള്ള ഭാഗത്തുനിന്ന് കീകാരം വള്ളം അതിരപ്പള്ളിയിലേക്ക് വള്ളം വീരുന്നതൊക്കെ നമുക്ക് ഊഹിക്കാം. ചിലപ്പോൾ മിക്കവാറും അങ്ങനെ തന്നെ ഇക്കാരം. അതിൻ്റെ ഇപ്പോൾ കറക്റ്റ് ഇതിൻ്റെ ഇതൊന്നും നമുക്ക് അറിയില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങോട്ട് നമുക്ക് അവിടേക്ക് പോകാനൊന്നും കഴിയൂല. കാരണം അങ്ങോട്ട് പോകാൻ കഴിയുന്ന ഒരു ഏരിയ അല്ല. കാരണം തിക്കായ ഫോറസ്റ്റാണ്. നമുക്ക് കാണാൻ നമുക്ക് അങ്ങനെ തോന്നില്ല തിക്കായ ഫോറസ്റ്റാണെന്ന്. പക്ഷേ എന്നാൽ ഭയങ്കര ഡേഞ്ചർ ആയതുമാണ്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരൊക്കെ വണ്ടി നിർത്തിയാണ് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നല്ല പെരും മഴ പെയ്തുകാണ്ട് ഇപ്പോൾ കുറച്ച് ചെറിയൊരു അലർച്ചുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ നിർത്തി ഇങ്ങനെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും വൈബ് ആസ്വദിച്ചുകൊണ്ടേ. അപ്പോൾ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങും. ഇനി നമുക്ക് ഒരു അനിമൽ സൈറ്റിങ് നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ. അപ്പോൾ നമ്മളവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു. ചെറിയൊരു മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്. അപ്പോൾ കോട്ട കിട്ടുകയാണെങ്കിൽ നമ്മളിങ്ങനെ പോകുന്നു. നമ്മളെ മുന്നിൽ നമ്മളെ മഞ്ചേരിക്കാരുടെ ഒരു ബസ്സാണ് തോന്നുന്നത്. അവിടെ ഇങ്ങനെ പോകുന്നു. ചെറിയൊരു കോട മൂടിയൊരു പ്രതലമാണ് കാണുന്നത്. ഇവിടുന്ന് നമ്മളൊരു അനിമൽ സൈറ്റിങ് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു 6 ആനയും അതിൻ്റെ ഒരു കുട്ടി, ഒരു ഫാമിലി കുടുംബം, എലിഫൻ്റ് ഒരു ഫാമിലി കുടുംബം അതിനെ കാണാൻ കാണിച്ചത്. അതായത് ഇത് ഒരു സംഭവം കേട്ടോ. എന്താണ് ആനെ കാണുക. അത്ര കുറച്ചൊരു ദൂരത്തു നിന്നാണ് കുറച്ച് എന്താ വെച്ചാൽ കുറച്ചൊരു നമ്മളൊരു സമയം വൈകി ഇല്ലെങ്കിൽ കുറച്ചും കൂടി കടുക്കുന്ന നമുക്ക് കാണുക. ഏതായാലും നല്ലൊരു ഗംഭീര കാഴ്ചയാണ്. നമ്മൾ ഈ അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ പോകുന്നിട്ട് നമ്മൾ വാൾപ്പാറയൊക്കെ പോകുന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് മൃഗങ്ങളെ കാണും. പിന്നെ കുറേ മൃഗങ്ങൾ കുരങ്ങന്മാരെ കണ്ടിന്. അത് വേറെ അയ പോട്ടെ, അത് നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാരാണ്. ഇതിപ്പോൾ ആനനെ കാണുന്നത് നമ്മൾ ഇവിടെ നിന്നാണ്. ഇനി വേറെ മൃഗങ്ങളെ കാണുന്നുണ്ടല്ലേ നമുക്ക് നോക്കാൻ പറ്റും. ഏതായാലും ഇത് നല്ലൊരു അടിപൊളി കാഴ്ചയായി. ഒരു കൂട്ടം ഫാമിലി.
പിന്നെ നമുക്ക് മൃഗങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. എങ്ങനെ വെച്ചാൽ നമ്മൾ ഏത് സമയത്ത് വരുന്നത് വെച്ചാൽ നമ്മൾ വൈകുന്നേരം ഒരു 5 മണിൻ്റെ ശേഷം നമ്മൾ ഏത് ചെക്ക് പോസ്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ്സാവണം. എന്നിട്ട് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ വൈകുന്നേരം സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക മൃഗങ്ങളെയും നമുക്ക് കാണാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. നമ്മൾ അവിടുന്ന് വാൾപ്പാറന്ന് നമ്മൾ ഏകദേശം ഒരു 3 മണി 4 മണിൻ്റെ സമയത്താണ് നമ്മൾ പോരുന്നത്. അപ്പോൾ നമുക്ക് കാണാം, നമ്മളെ ഭാഗ്യമാണ്. പിന്നൊക്കെ മൃഗങ്ങളെ കാണുന്ന ഈ പറഞ്ഞമാരെ നമ്മളെ ഭാഗ്യമാണ് കാണുന്നതും നമ്മൾ കാണും. പിന്നെ യാത്ര നമ്മൾ ആസ്വദിക്കാം, മാക്സിമം എൻജോയ് ചെയ്യാം. എത്രത്തോളം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം എൻജോയ് ചെയ്യാം. മഴയും മലയും കുന്നും മഞ്ഞും മലയും എന്ന് വേണ്ട ഇങ്ങനത്തെ സംഗതികൾ ഫുള്ള് കയറി ഇറങ്ങി ആസ്വദിച്ച് വൈബാക്കുക. ഇതാണ് യാത്ര എന്ന് പറയുന്നത്. നല്ല ജീവിതത്തിൽ എന്ത് ലക്ഷ്യമുള്ള ഇന്ന് നേരം വെക്ക് കഴിഞ്ഞാൽ നാളെ നേരം വെക്കുന്ന ഒരു പ്രതീക്ഷയില്ല. അതാണ് മനുഷ്യൻ്റെ ജീവിതം. ഇറച്ചി കോഴിൻ്റെ വില പോലും മനുഷ്യനില്ല. പിന്നെ നമ്മളിങ്ങനെ പോന്ന് ഏകദേശം ഒരു കാടിൻ്റെ ഉള്ളിലൊരു ഒരു ആദിവാസി കോളനി മാതിരി ഒരു ചെറിയൊരു സ്ഥലമുണ്ട് കേട്ടോ. അവിടേക്ക് എത്തിയപ്പോൾ അവിടുന്ന് നമ്മൾ കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ചെറിയൊരു ടൗൺ എന്ന് പറയാൻ പറ്റില്ല, എന്ത് പറയുക, ചെറിയൊരു ആദിവാസികളൊക്കെ നിൽക്കുന്നതിൻ്റെ ഒരു ഊര് ചെറിയൊരു ജനവാസ കേന്ദ്രം. ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേരൊന്നും എന്താണെന്ന് അറിയില്ല. ഏതായാലും നമ്മളിങ്ങനെ കാണുന്നൊരു ഈ കാണുന്നതാണ്. ഇവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ നിർത്തിയാണ് ഇങ്ങനെ ഇതാക്കി പോകുന്നുണ്ട്. ഒരു പാലൊരു ബ്രിഡ്ജൊക്കെ ഉണ്ട് ഇവിടെ. തള്ളിയുടെ അപ്പുറത്തേക്ക് അയ്യോ കണ്ടിട്ടില്ല. പൂത്തിന് നല്ല പൂത്ത് എന്താ പൂത്ത് എരുമേണത് പിന്നെ മലക്കപ്പാറയിൽ നിന്ന് ഏകദേശം അതിരപ്പള്ളിക്ക് ഏകദേശം ഒരു 76 കിലോമീറ്ററോളം റണ്ണിങ് ഉണ്ട്. അപ്പം നമ്മൾ നല്ല തിക്കായ ഫോറസ്റ്റ് ആയതുകൊണ്ട് എത്ര റൺ ചെയ്താലും നമ്മളങ്ങോട്ടുണ്ട് എത്തിപ്പെടില്ല. ഇങ്ങനെ പോയിട്ട് തന്നെ വേണം, റണ്ണിങ് തന്നെ വേണം. അപ്പോൾ നമ്മളെ യാത്രയൊക്കെ അടിപൊളി യാത്രയാണ്. നല്ല ഇതിലെ പോരുന്ന പിന്നെ എന്തായാലും ബൈക്കുമ്പോൾ പോരണം, എന്നാലേ അതിൻ്റെ വൈബ് വേറൊരു അനുഭവിച്ചറിയുള്ളൂ. എന്താ വെച്ചാൽ അത്രയും നല്ല രസമുള്ളൊരു യാത്രയാണ് ബൈക്കുമ്പിലാകുമ്പോൾ. നമ്മൾ ഏകദേശം ഇപ്പോൾ അതിരപ്പള്ളിക്ക് എത്താറായി. അതിരപ്പള്ളിക്ക് എത്തുന്നതിന് മുന്നായിട്ടുള്ളൊരു ചെറിയൊരു ഇതാണത്. അതായത് അങ്ങാടിയാണത് കാണുന്നത്. ബസ്സൊക്കെ വരുമ്പോൾ ബസ്സൊക്കെ ഇവിടെ നിർത്തും. ഇതിൻ്റെ ബസ്സൊക്കെ ഉണ്ട്, KSRTC ഒക്കെ ഉണ്ട്. ഇതിൽ പ്രൈവറ്റ് ബസ് ഉണ്ടോ അതൊന്നൊരു സംശയമാണ്, അറിയില്ല അതിനെ പറ്റി. ഏതായാലും KSRTC ഉണ്ട്. KSRTC ഏത് സമയത്തും ഉണ്ട്. അതിരപ്പള്ളി മലക്കപ്പാറ നല്ല ബസ്സിൽ KSRTCയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊളി യാത്ര പൊളി വൈബ് ചെയ്യാറ്. KSRTCയിലൊക്കെ ആകുമ്പോൾ അതിൻ്റെ കറക്റ്റ് സമയം എന്ന് അറിയില്ല, ഗൂഗിളിലൊക്കെ അടിച്ചാൽ എന്തായാലും കിട്ടും. പിന്നെ മൃഗങ്ങളെ കാണുന്നത് ഈ നേരത്തെ പറഞ്ഞ മാതിരി അതൊക്കെ ഒരു ഭാഗ്യമാണ്. മൃഗങ്ങളെ കാണുന്നത് നമ്മൾ കണ്ടത് ഇപ്പോൾ ഒരു ആനയാണ്, ഒരാനല്ല 6 ആനൻ്റെ ഒരു കുട്ടീനൊക്കെ കണ്ടു. അതൊക്കെ പിന്നെ നമ്മളെ ഭാഗ്യം പോലെയാണ്. പിന്നെ മെയിനായിട്ട് അതാ KSRTC വരുന്നുണ്ട് മലക്കപ്പാറ അതിരപ്പള്ളി. പിന്നെ വരുന്നത് എന്താ വെച്ചാൽ രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെയാണോ തോന്നുന്നത് ഇതിൻ്റെ ഇവിടേക്കുള്ള
എൻട്രി ടൈം, ചെക്കിങ്ങും ചെക്കൗട്ടും. എൻട്രി ടൈം അതായത് രാവിലെ ഒരു 2 മണിക്കൂറിൻ്റെ ശേഷമാണ് ബൈക്കുകാരൊക്കെ 2 വീലർകാരൊക്കെ വിടാന്നിപ്പോൾ പറഞ്ഞേക്കണേ. അത് കറക്റ്റ് അറിയില്ല. എന്ത് ചെയ്യും, മൃഗങ്ങളെ ശല്യം കൊണ്ട് അയക്കാരം നിന്ന് ഒരു ചെറിയൊരു ഇതുണ്ട്. അങ്ങനെ ഒരു ന്യൂസ് കേട്ടു, സത്യമാണോ അറിയില്ല. ഏതായാലും അതൊന്നും നോക്കണ്ട, നമുക്ക് നമ്മളെ കാര്യങ്ങൾ നടന്നാൽ മതിയല്ലോ. നമ്മുടെ യാത്രകളൊക്കെ സംഭവമാക്കിയാൽ മതി. എന്തായാലും റൂട്ട് അടിപൊളി റൂട്ടാണ്. കാണാത്തൊരു ഒട്ടുമിക്ക ആൾക്കാരും കമ്മിയായിക്കാരം, 90% ആൾക്കാരും കമ്മിയായിക്കാരം. എന്തായാലും വരിക, കാണുക, എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ നമ്മളെ പോന്ന് നമ്മളെ അതിരപ്പള്ളി ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് എത്താറായിട്ടോ. ഏകദേശം അതിരപ്പള്ളി ചെക്ക് പോസ്റ്റ് എത്തി. അവിടുന്ന് ചെക്കിങ് അവിടുന്ന് ഇതൊക്കെ തന്ന് നമ്മൾ ഈ ചെക്കൗട്ട് പോകണം. അപ്പോൾ ഗേസ്, നമ്മളെ അതിരപ്പള്ളി, വാഴച്ചാൽ, വാൽപ്പാറ അവിടെയൊക്കെ പോയി വന്നപ്പോൾ നമ്മളിവിടെ അതിരപ്പള്ളിയിൽ അവസാനിച്ചിരിക്കുകയാണ്. നമ്മളെ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ അവസാന ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ 2-3 വെള്ളച്ചാട്ടം, അത് അതിരപ്പള്ളി വെള്ളച്ചാട്ടവും ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് 2 വെള്ളച്ചാട്ടമാണ്. അതിൽ അങ്ങോട്ടുള്ള ആൾക്കാർ ജനത്തിരക്കാണ് അവിടെ കാണുക. വണ്ടിക്ക് കിട്ടി അതിൻ്റെ ഉള്ളിലേക്കാണ് പോയിട്ട് അങ്ങനെ അവിടെ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പൂന്തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പോരുന്ന വഴിക്കിൽ കാണുന്നതാണ് ഈ ഒരു വെള്ളച്ചാട്ടം. ഇവിടെ ഒരു പുതിയൊരു ബ്രിഡ്ജൊക്കെ തുറന്നുള്ളത്. നല്ല വെള്ളം, ഞങ്ങൾ പോകുന്ന സമയത്ത് വെള്ളം കമ്മിയാണ്. ഏതായാലും ഇപ്പോൾ മഴയൊക്കെ അല്ലേ, ഇപ്പോൾ മഴ ഉണ്ട്. അപ്പോൾ നല്ല വെള്ളം ഈ കാരണം ഈ പറഞ്ഞമാതിരി എല്ലാവരും അവനവൻ്റെ സേഫ്റ്റി മനസ്സിലാക്കുക, ശ്രദ്ധിച്ച് ചെയ്യുക. എങ്ങനെ വെച്ചാൽ ഇപ്പോൾ വെള്ളം കമ്മിയാണ് ഞങ്ങൾ പോയ സമയത്ത്. ഏതായാലും മഴയുള്ള സമയത്ത് നല്ല വെള്ളം കേട്ടോ. പിന്നെ അതിരപ്പള്ളിക്ക് പിന്നെ ആൾക്കാർ വിടുന്നില്ലാന്നെങ്കിൽ ഇപ്പം ഞങ്ങൾ സമയത്ത് സമയം കഴിഞ്ഞതാണോ എന്താ അറിയില്ല. ഏതായാലും വെള്ളം കൂടുതലാണ് ഞങ്ങൾ അപ്പോൾ അവിടെ ചെന്നപ്പോൾ. ഏതായാലും അതിരപ്പള്ളീൻ്റെ ദൂരം നിന്നുള്ളൊരു കാഴ്ചയാണ്. നല്ല പൊളി വൈബാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നുകൂടി അടിപൊളിയായി. ഇപ്പോൾ വെള്ളം ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ ഈ പാറ ഫുള്ള് വെള്ളം ഒഴിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ, അതായത് ഈ സമയത്ത് ജൂൺ മാസത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഈ വെള്ളം കൂടുതലായതുകൊണ്ട് നല്ല ഫുള്ള് വെള്ളമായിട്ട് കാണാം. ഏതായാലും പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുമ്പോഴേക്കും സ്റ്റാച്ചു